Hello everyone, welcome to Legal Lore by Anusha. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പേറ്റന്റ് ആണ്. നമ്മൾ ഇതിനു മുൻപ് പേറ്റന്റിന് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ പോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പേറ്റന്റിന്റെ കോൺസെപ്റ്റ് പറയുന്ന ഒരു വീഡിയോയാണ്. സോ എന്താണ് പേറ്റന്റ് എന്ന് പറഞ്ഞാൽ? പേറ്റന്റ് എന്ന് പറയുന്നത് ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് ആണ്. അത് ഇൻവെൻഷന്റെ മേളിലാണ് ഈ എക്സ്ക്ലൂസീവ് റൈറ്റ് ഗ്രാൻഡ് ചെയ്യുന്നത്. ഇൻവെന്ററിനാണ് അത് ലഭിക്കുന്നത്. പേറ്റന്റ് പ്രോസസ് പേറ്റന്റ് ഉണ്ട്, പ്രൊഡക്റ്റ് പേറ്റന്റ് ഉണ്ട്. പ്രോസസ്സിന്റെയോ പ്രൊഡക്റ്റിന്റെയോ മേളിലാണ് പേറ്റന്റ് ലഭിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഏതൊക്കെയാണ് പേറ്റന്റ് പ്രൊട്ടക്ഷൻ ലഭിക്കാനുള്ള സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് എന്നാണ്. അതിൽ ഫസ്റ്റ് പറയുന്നത് നോവൽറ്റിയാണ്. നോവൽറ്റിയാണ് ആദ്യത്തെ സ്റ്റാൻഡേർഡ്. സെക്കൻഡ് എന്ന് പറയുന്നത് ഇൻവെന്റീവ് സ്റ്റെപ്പാണ്. തേർഡ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ട്. നോവൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻവെൻഷൻ ന്യൂ ആയിരിക്കണം. അതായത് ആ പേറ്റന്റ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഇതൊരിക്കലും പബ്ലിക്കിൻ്റെ ഇടയിൽ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു ഇൻവെൻഷൻ ആവാൻ പാടില്ല. അതാണ് ആദ്യത്തെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് എന്ന് പറയുന്നത് ഇൻവെന്റീവ് സ്റ്റെപ്പ്. അതായത് ഈ ഇൻവെൻഷൻ്റെ സ്റ്റെപ്സ്, അതായത് ഇത് പ്രോസസ് ആവാം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആവാം എന്ന് പറഞ്ഞു. ആ റെലവൻറ്റ് ടെക്നോളജിയിൽ സ്കില്ലുള്ള ഒരാൾക്ക് ഒബ്വിയസ് ആയിട്ടുള്ള ഒരു ഇൻവെൻഷൻ ആവാൻ പാടില്ല. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് നോളജിൻ്റെ മുകളിൽ ഒരു ഇംപ്രൂവ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ അഡ്വാൻസ്മെൻറ്റോ ഈ ഇൻവെൻഷൻ ഉണ്ടായിട്ടുണ്ടാവണം. അതാണ് ഇൻവെൻറ്റീവ് സ്റ്റെപ്പിൽ പറയുന്നത്. മൂന്നാമത് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ അപ്ലിക്കബിലിറ്റി. അതായത് ഈ ഒരു ഇൻവെൻഷൻ കൊണ്ട് ഇൻഡസ്ട്രിക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ യൂസോ എന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽ യൂട്ടിലിറ്റിയോ ഉണ്ടായിട്ടുണ്ടാവണം. ഈ മൂന്നാണ് സ്റ്റാൻഡേർഡായിട്ട് പറയുന്നത്. ഇതല്ലാതെ തന്നെ വേറെ രണ്ട് സ്റ്റാൻഡേർഡിൻ്റെ രണ്ട് എക്സ്റ്റൻഷൻസ് കൂടി പറയുന്നുണ്ട്. അതിൽ ആദ്യത്തേത് പറയുന്നത് റിട്ടൺ ഡിസ്ക്രിപ്ഷൻ. അതായത് ഈ ഇൻവെൻഷൻ്റെ ക്ലിയർ അല്ലെങ്കിൽ കംപ്ലീറ്റ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടായിട്ടുണ്ടാവണം. ഈ റിട്ടൺ ഡിസ്ക്രിപ്ഷൻ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫീൽഡ് ഓഫ് ടെക്നോളജിയിൽ സ്കില്ലുള്ള ഒരാൾക്ക് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് തന്നെ ഇത് റീപ്ലിക്കേറ്റ് അല്ലെങ്കിൽ വീണ്ടും ഉണ്ടാക്കാൻ സാധിക്കണം. ഈ റിട്ടൺ ഡിസ്ക്രിപ്ഷൻ എൻഷുർ ചെയ്യുന്നത് ഇൻവെന്ററിന് ആ ക്ലെയിം ചെയ്തിട്ടുള്ള ഇൻവെൻഷന്റെ മേളിലുള്ള പൊസഷനെയാണ്. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് സെക്ഷൻ 3D ആണ്. സെക്ഷൻ 3D നമ്മൾ സെക്ഷൻ 3 കവർ ചെയ്യുമ്പോൾ പറയും. സോ എന്താണ് ഇൻവെൻഷൻ? നമ്മൾ പറഞ്ഞു ഇൻവെൻഷന്റെ മേളിൽ ഇൻവെന്ററിന് ഗ്രാൻഡ് ചെയ്യുന്ന എക്സ്ക്ലൂസീവ് റൈറ്റ് ആണ് പേറ്റന്റ് എന്ന് പറഞ്ഞു. എന്താണ് ഇൻവെൻഷൻ എന്ന് പറഞ്ഞു? ഇൻവെൻഷൻ എന്ന ടേം ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 2J ഓഫ് ഇന്ത്യൻ പേറ്റന്റ് ആക്ടിലാണ്. ഇൻവെൻഷൻ എന്ന് പറയുന്നത് അതൊരു ന്യൂ പ്രൊഡക്റ്റ് ആവാം, അതൊരു പ്രോസസ് ആവാം, അതിൽ ഇൻവോൾവ് ചെയ്യുന്നത് ഇൻവെന്റീവ് സ്റ്റെപ്പ്, കേപ്പബിൾ ഓഫ് അപ്ലിക്കേഷൻ, അതുപോലെ തന്നെ അത് നോവൽറ്റി ഉണ്ടായിട്ടുള്ള ഒരു ഇൻവെൻഷനും ആയിരിക്കണം. ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. സോ നെക്സ്റ്റ് പറയുന്നത് ടേം ഓഫ് പ്രൊട്ടക്ഷൻ ആണ്. പേറ്റന്റിന്റെ ടേം ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് 20 years ആണ്. 20 years വരെയാണ് ഈ എക്സ്ക്ലൂസീവ് റൈറ്റ് പേറ്റന്റ് ഓണറിന് ലഭിക്കുന്നത്. സോ നമ്മൾ പേറ്റന്റ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇൻവെൻഷൻസിന് പേറ്റന്റ് ലഭിക്കാത്തത് എന്നാണ് പറയാൻ പോകുന്നത്. സെക്ഷൻ 3 അല്ലെങ്കിൽ സെക്ഷൻ 4 കവർ ചെയ്തിട്ടുള്ള ഇൻവെൻഷൻസ് ആണെങ്കിൽ അതിന് പേറ്റന്റ് ലഭിക്കില്ല. അതിൽ ഫസ്റ്റ് പറയുന്നത് സെക്ഷൻ 3A ആണ്. സെക്ഷൻ 3Aയിൽ പറയുന്നത് ഇൻവെൻഷൻസ് ദാറ്റ് ആർ ഫ്രിവലസ് ആൻഡ് കോൺട്രറി ടു നാച്ചുറൽ ലോസ്. അതായത് നാച്ചുറൽ ലോസിന് കോൺട്രറി ആയിട്ട് അല്ലെങ്കിൽ ഫ്രിവലസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇൻവെൻഷൻ ആണെങ്കിൽ അതിന് പേറ്റന്റ് ലഭിക്കില്ല. അതിനൊരു എക്സാമ്പിൾ പറയുന്നത് ഇവിടെ പറയുന്നുണ്ട്. മെഷീൻ 100% എഫിക്കസി നൽകി അല്ലെങ്കിൽ ഇൻപുട്ട് ഇല്ലാതെ തന്നെ ഒരു മെഷീനിൽ നിന്ന് ഔട്ട്പുട്ട് ലഭിക്കുന്നു. ഇതൊക്കെ നാച്ചുറൽ ലോന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഇൻവെൻഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ പേറ്റന്റ് ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യാത്തതുമായിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് സെക്ഷൻ 3B ആണ്.
അതിൽ ഇൻവെൻഷൻസ് വിച്ച് ഗോ എഗെയിൻസ്റ്റ് പബ്ലിക് മൊറാലിറ്റി. പബ്ലിക് മൊറാലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെൻഷൻ ആണെങ്കിൽ അതിന് പേറ്റന്റ് ലഭിക്കില്ല. ഈ മൊറാലിറ്റി എന്ന് പറയുന്നത് പേഴ്സൺ ടു പേഴ്സൺ അല്ലെങ്കിൽ സൊസൈറ്റി ടു സൊസൈറ്റി ചേഞ്ച് ചെയ്യുന്നതാണ്. പബ്ലിക് മൊറാലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെൻഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ നോംസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻവെൻഷൻസ് ആണെങ്കിൽ അതിന് പേറ്റന്റ് ലഭിക്കില്ല. നെക്സ്റ്റ് പറയുന്നത് സെക്ഷൻ 3C ആണ്. ഇൻവെൻഷൻസ് ദാറ്റ് ആർ മിയർ ഡിസ്കവറി ഓഫ് സംതിങ് ദാറ്റ് ഓൾറെഡി എക്സിസ്റ്റ് ഇൻ നേച്ചർ. നേച്ചറിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ മിയർ ഡിസ്കവറി ആണെങ്കിൽ അതിന് പേറ്റന്റ് ലഭിക്കില്ല. അതിൽ പറയുന്നൊരു കാര്യമാണ് അബ്സ്ട്രാക്റ്റ് തിയറി അല്ലെങ്കിൽ സയന്റിഫിക് പ്രിൻസിപ്പിളിന്റെ ഫോർമുലേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മിയർ ഡിസ്കവറി ആണെങ്കിൽ, അതുപോലെ തന്നെ നേച്ചറിൽ ഒക്കർ ചെയ്തിട്ടുള്ള നോൺ ലിവിങ് അല്ലെങ്കിൽ ലിവിങ് സബ്സ്റ്റൻസിന്റെ ഡിസ്കവറി ആണെങ്കിൽ അതിനൊന്നും തന്നെ പേറ്റന്റ് കിട്ടില്ല. അതിൽ വരുന്നൊരു കേസാണ് ബിൽസ്കി വേഴ്സസ് കപ്പോസ്. ഈ കേസിൽ ബിൽസ്കി ആൻഡ് വാർസോ അവർ കമ്മോഡിറ്റീസ് ട്രേഡിങ്ങിന്റെ മേളിലുള്ള ഹെഡ്ജിങ് റിസ്ക് ചെയ്യുന്നതിന്റെ ഒരു അബ്സ്ട്രാക്റ്റ് ഐഡിയയുടെ മേളിൽ പേറ്റന്റ് ഫയൽ ചെയ്തു. പക്ഷെ അവർക്കത് ലഭിച്ചില്ല, കാരണം അത് അബ്സ്ട്രാക്റ്റ് ഐഡിയ ആണെന്നാണ് US സുപ്രീം കോർട്ട് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സെക്ഷൻ 3D ആണ്. നമ്മൾ നേരത്തെ സ്റ്റാൻഡേർഡിൽ അവസാനം പറഞ്ഞു പോയ സെക്ഷൻ 3D, അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് ഇതിൽ പറയുന്നത്. സെക്ഷൻ 3D എന്ന് പറയുമ്പോൾ അത് മിയർ ഡിസ്കവറി ഓഫ് എ ഫോം ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ നേച്ചർ ഡസ് നോട്ട് ലീഡ് ടു എൻഹാൻസ്മെന്റ് ഓഫ് എഫിക്കസി. അതായത് ഒരു ന്യൂ ഫോമിന്റെ മിയർ ഡിസ്കവറി, അല്ലെങ്കിൽ ഒരു ന്യൂ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഒരു ന്യൂ യൂസിന്റെ മിയർ ഡിസ്കവറി, അല്ലെങ്കിൽ നോൺ പ്രോസസ്സിന്റെ ഒരു മിയർ യൂസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന് പേറ്റന്റ് ലഭിക്കില്ല. അതിന് പേറ്റന്റ് ലഭിക്കണമെങ്കിൽ ആ ഒരു ഡിസ്കവറി കൊണ്ട് എന്തെങ്കിലും ഒരു റിസൾട്ട് ഒരു ന്യൂ പ്രൊഡക്റ്റിലോട്ടോ അല്ലെങ്കിൽ ഒരു പുതിയ റിയാക്റ്റന്റോ അങ്ങനെ എന്തെങ്കിലും ഒരു റിസൾട്ട് ലഭിക്കുകയാണെങ്കിൽ അങ്ങനെ വരുമ്പോൾ അതിന് പേറ്റന്റ് ലഭിക്കും. അതായത് നമ്മുടെ ഈ എക്സ്പ്ലനേഷനിൽ പറഞ്ഞു സോൾട്ട്, ഈതേഴ്സ്, പോളിമോഫ്സ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം തന്നെ ആ സബ്സ്റ്റൻസിന്റെ നോൺ സബ്സ്റ്റൻസ് ആയിട്ട് തന്നെയാണ് കാണുക. അൺലെസ് അതിനൊരു ഡിഫറെന്റ് എഫിക്കസി ഉണ്ടാവുകയാണെങ്കിൽ അതിന് പേറ്റന്റ് കൊടുക്കാം. അതർവൈസ് അതിന് സെയിം സബ്സ്റ്റൻസ് ആയിട്ട് തന്നെയാണ് കാണുക. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നോവാർട്ടിസിന്റെ കേസാണ്. അതായത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് കേസാണ്. ഈ കേസിലാണ് മിയർ ഡിസ്കവറി ഓഫ് ആൻ എക്സിസ്റ്റിംഗ് സബ്സ്റ്റൻസ് വുഡ് നോട്ട് അമൗണ്ട് ടു ഇൻവെൻഷൻ എന്ന് കോടതി പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് 3E ആണ്. മിയർ അഡ്മിക്സിംഗ് ഓഫ് മിക്സ്ചേഴ്സ് ലീഡിംഗ് ഇൻ ദ അഗ്രിഗേഷൻ ഓഫ് പ്രോപ്പർട്ടീസ് ആർ നോൺ പേറ്റന്റബിൾ. അതായത് ഒരു മിയർ അഗ്രിഗേഷൻ ഓഫ് കോമ്പണൻസ് ആണെങ്കിൽ അതിന് പേറ്റന്റ് ലഭിക്കില്ല, അൺലെസ് അതിനൊരു സൈനർജിസ്റ്റിക് എഫക്റ്റ് ഉണ്ടാവണം. അതായത് ഇപ്പോൾ രണ്ട് മെഷീൻസ്, ആ രണ്ട് മെഷീനും ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ചെയ്യുന്ന മെഷീൻസ് ആണ് എങ്കിൽ അതിൻ്റെ ഒരു കോമ്പിനേഷൻ അതുകൊണ്ട് വേറൊരു പ്രോസസ്സ് ഉണ്ടാവുകയാണെങ്കിൽ അതിന് പേറ്റന്റ് ലഭിക്കും. അതല്ല, ആ രണ്ട് മെഷീൻ്റെയും സെയിം ഫങ്ഷൻ തന്നെയാണ് ഇതിൻ്റെ അഡ്മിക്സ്ചർ കൊണ്ട് ലഭിക്കുന്നത് എങ്കിൽ അതിന് പേറ്റന്റ് ലഭിക്കില്ല. സോ നെക്സ്റ്റ് പറയുന്നത് 3F ആണ്. മിയർ അഗ്രിഗേഷൻ ഓർ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡിവൈസസ് വർക്കിംഗ് ഇൻ എ നോൺ വേ ഈസ് നോട്ട് എൻ ഇൻവെൻഷൻ. അതായത് മിയർ അഗ്രിഗേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേഷൻ ആണ്, അത് നോൺ വേയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്, അതിനൊരു പുതിയ പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഒരു പുതിയ ഫങ്ഷനോ ഒന്നുമില്ല, അങ്ങനെയാണെങ്കിൽ അതിന് പേറ്റന്റ് ലഭിക്കില്ല. സോ നെക്സ്റ്റ് പറയുന്നത് ഹോർട്ടിക്കൾച്ചർ ഓർ അഗ്രികൾച്ചറൽ മെത്തേഡ് ഈസ് നോൺ പേറ്റന്റബിൾ. ഹോർട്ടിക്കൾച്ചറും അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ മെത്തേഡിനും പേറ്റന്റ് ലഭിക്കുന്നതല്ല. അതുപോലെ മെഡിസിനൽ, ക്യൂറേറ്റീവ്, പ്രൊഫിലക്റ്റിക്, ഡയഗ്നോസ്റ്റിക്, തെറാപ്യൂട്ടിക് ഫോർ ട്രീറ്റിംഗ് ഡിസീസസ് ഇൻ ഹ്യൂമൻ ആൻഡ് ആനിമൽ ആർ നോൺ പേറ്റന്റബിൾ. അതായത് മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റിന് ഒരിക്കലും പേറ്റന്റ് ലഭിക്കില്ല. മായോ കൊളാബറേറ്റീവ് സർവീസസ് വേഴ്സസ് പ്രൊമത്തിയസ് ലബോറട്ടറീസ്. ഈ കേസിൽ US കോർട്ട് പറഞ്ഞ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയഗ്നോസ്റ്റിക് ആൻഡ് തെറാപ്യൂട്ടിക് മെത്തേഡ്സിന് പേറ്റന്റ് ലഭിക്കില്ല, അത് ലോ ഓഫ് നേച്ചർ ആണ് എന്നാണ്.
3Jയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എസെൻഷ്യൽ ബയോളജിക്കൽ പ്രോസസ് ഫോർ ദ പ്രൊഡക്ഷൻ ഓർ പ്രൊപ്പഗേഷൻ ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഈസ് നോട്ട് എൻ ഇൻവെൻഷൻ. അതായത് ആനിമൽസിൻ്റെയോ അല്ലെങ്കിൽ പ്ലാന്റ്സിൻ്റെയോ പ്രൊപ്പഗേഷനോ പ്രൊഡക്ഷനോ വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ബയോളജിക്കൽ പ്രോസസ്സുകൾക്കൊന്നും തന്നെ ഇൻവെൻഷൻ ലഭിക്കില്ല. ഇനി നമ്മൾ 3Kയിൽ പറയുന്നത് മാത്തമാറ്റിക് അല്ലെങ്കിൽ ബിസിനസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാംസിനൊന്നും തന്നെ പേറ്റന്റ് ലഭിക്കില്ല എന്നാണ്. എസ്തെറ്റിക് ക്രിയേഷൻ ഈസ് നോട്ട് ആൻ ഇൻവെൻഷൻ. അതായത് ലിറ്റററി, ഡ്രാമറ്റിക്, മ്യൂസിക്കൽ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക്കൽ വർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിലുള്ള എസ്തെറ്റിക് ക്രിയേഷൻ, അതിൽ സിനിമറ്റോഗ്രാഫിക് വർക്ക് ആവാം, ടെലിവിഷൻ പ്രൊഡക്ഷൻസ് ആവാം, ഇതിനൊന്നും തന്നെ പേറ്റന്റ് ലഭിക്കില്ല. 3Mൽ പറയുന്നത് മെന്റൽ ആക്ട്, റൂൾ അല്ലെങ്കിൽ മെത്തേഡ്, അതിനൊന്നും തന്നെ പേറ്റന്റ് ലഭിക്കില്ല എന്നാണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് 3N ആണ്. 3Nൽ പറയുന്നത് ഒരു ഇൻഫോർമേഷന്റെ പ്രസന്റേഷൻ ആണെങ്കിൽ അതിനൊരിക്കലും പേറ്റന്റ് ലഭിക്കില്ല. 3Oയിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ദ ടോപ്പോഗ്രഫി ഓഫ് ഇന്റഗ്രേറ്റഡ് സർക്യൂട്ട്സ് ഈസ് നോട്ട് പേറ്റന്റബിൾ. അതായത് സെമി കണ്ടക്ടേഴ്സ്, മൈക്രോ ചിപ്പിന്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സെമി കണ്ടക്ടേഴ്സിനൊന്നും പേറ്റന്റ് ലഭിക്കില്ല. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സെക്ഷൻ 3P, അതായത് ട്രഡീഷണൽ നോളജ് ഈസ് നോട്ട് എൻ ഇൻവെൻഷൻ. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പരമ്പരാഗതമായിട്ട് അറിയുന്ന ഒരു കോമ്പണന്റ് അല്ലെങ്കിൽ കോമ്പണൻസ് ആണ്, അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയെയാണ് അഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് അറിയുന്ന ഒരു സംഭവമാണെങ്കിൽ ആ ഇൻവെൻഷന് പേറ്റന്റ് ലഭിക്കില്ല. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് സെക്ഷൻ 4 ഇൻവെൻഷൻസ് റിലേറ്റിംഗ് ടു അറ്റോമിക് എനർജി. അറ്റോമിക് എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻവെൻഷൻ ആണെങ്കിൽ അതിന് പേറ്റന്റ് ലഭിക്കില്ല. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ താങ്ക് യു എവരി വൺ ഫോർ വാച്ചിങ് ദ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. താങ്ക് യു.